അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല കിടക്കാച്ച ഒരു അപ്പം തയ്യാറാക്കി എടുക്കും. നമ്മളെ പാലപ്പം മാറി നിൽക്കും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതെങ്ങനെയാ ചെയ്യുന്നത് അറിയാൻ നമുക്ക് വീഡിയോട്ട് പോകും. അതിനുമ്പോൾ കൂട്ടുകാരെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ലൈക്ക് ഷെയർ ഫോളോ ഒക്കെ ചെയ്തേക്കാം. ഞാൻ എടുത്തൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 3 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ചോറാണ്. ഇന്നലത്തെ പഴം ചോറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചൂട് ചോറിന്റെ ആവശ്യമേ ഇല്ല, പഴയ ചോറ് മാത്രം മതി നമുക്ക്. പിന്നെ 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മൊത്തത്തിൽ ഞാൻ എടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 2.5 കപ്പ് വെള്ളമാണ്. അതിൽ ഞാൻ 2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഇടുന്ന പറയാം 1 ടീസ്പൂൺ ഈസ്റ്റാണ്. ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളെ മാവിൻ്റെ അടിയിലോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെള്ളം പോകാൻ വേണ്ടി ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ആട്ടിയെടുക്കാം. ആട്ടിയെടുക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ആട്ടിയെടുക്കുന്നത്. മൊത്തത്തിൽ അല്ല, 2ആയിട്ടാണ് ഞാൻ ആട്ടിയെടുക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ആട്ടിയ മാവ് അതിനകത്തോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 ആട്ടാണ് ആട്ടിയെടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ ആട്ടിയത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 1/2 കപ്പ് നമ്മുടെ ചൂടുവെള്ളമാണ്. നല്ല ഇളം ചൂടുവെള്ളം. ആ ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് ഇളക്കി നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചെറിയ ബൗൾ എടുക്കാം. അതിലോട്ട് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. 2 സ്പൂൺ നമ്മൾ സ്പൂൺ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 സ്പൂൺ നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് നല്ലോണം നമുക്കത് മിക്സ് ചെയ്യാം. അതിനകത്തിട്ട് നല്ലോണം യോജിപ്പിച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മാവിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അതുകൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. പിന്നെ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ആയാലും കുഴപ്പമില്ല. ഞാൻ ഏകദേശം ഇവിടെ വെച്ചിരിക്കുന്നത് 1 മണിക്കൂറിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഒന്ന് പൊങ്ങി കിട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനത് തുറന്നു നോക്കി. അപ്പോൾ തന്നെ മാവെല്ലാം ഒന്ന് പൊങ്ങി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉപ്പെല്ലാം ഒന്ന് സെറ്റായി എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ മാവിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഇനി നമുക്ക് അപ്പച്ചട്ടി അടുപ്പിൽ ഹൈ ഫ്ലെയിമിലിട്ട് അപ്പച്ചട്ടി ഒന്ന് ചൂടാക്കണം. എന്നിട്ട് നേരെ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നേരെ അങ്ങ് മീഡിയത്തിലോ ലോ ഫ്ലെയിമിലോ കൊണ്ടുവെക്കണം. എന്നിട്ട് നമുക്ക് നല്ലോണം ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് നമുക്ക് നമ്മളവിടെ ഇത് വരുമല്ലോ നമ്മുടെ കുമ്പളകൾ. അപ്പത്തിൻ്റെ ആ മുത്തു ഭാഗത്തും കുമ്പളകൾ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടച്ചു വെക്കാവൂ. എങ്കിലും നമ്മുടെ ആ മാവിൻ്റെ ഒരു അപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ പാലപ്പൊക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിരുന്നു.